പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം ആണ് IC എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെ ഫ്യൂവൽ പമ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു. ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അതായത് ഫ്യൂവൽ പമ്പ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട് എന്നും ഫ്യൂവൽ പമ്പുകൾ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പും SU ഇലക്ട്രിക്കൽ പമ്പും ഇങ്ങനെ 2 പമ്പുകളാണ് നിലവിൽ വരുന്നത് എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 ഫ്യൂവൽ പമ്പുകളും ഈ 2 ഫ്യൂവൽ പമ്പുകളും നിലവിൽ ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിനുകളിലാണ്. ഇത് രണ്ടും നിലവിൽ യൂസ് ചെയ്യുന്നത്. എന്തായാലും പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം. സോ പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസിക് ഇത്രയേ ഉള്ളൂ. ഒരു പെട്രോൾ ടാങ്ക്, ഒരു വാഹനത്തിന്റെ പെട്രോൾ ടാങ്കിൽ നിന്നും എങ്ങനെ ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തുന്നു, ഒരു വാഹനത്തിന്റെ പെട്രോൾ ടാങ്കിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളിലൂടെ ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, എഞ്ചിനിലേക്ക് എത്തുന്നു. ഇതാണ് പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റത്തിൽ നമുക്ക് നിലവിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിനിടയിൽ പല പല കമ്പോണൻസ് വരും. ഈ പല പല കമ്പോണൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് എന്തെല്ലാം കമ്പോണൻസ് ആണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രഷർ, അതിലേതെല്ലാം തരങ്ങൾ വരുന്നുണ്ട്, ആ തരങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലേഔട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു പെട്രോൾ ഫ്യൂവൽ ഫീഡ് സിസ്റ്റത്തിൽ ഏതൊക്കെ തരം പമ്പുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് പമ്പ് എന്ന് പറയുന്നത് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പും രണ്ടാമത്തത് SU ഇലക്ട്രിക്കൽ പമ്പുമാണ്. അപ്പൊ എന്താണ് ഈ AC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, SU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കെങ്കിലും അറിയോ? AC എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, SU എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? SU സ്കിന്നേഴ്സ് യൂണിയൻ ആണ്. യെസ്, SU എന്ന് പറയുന്നത് സ്കിന്നേഴ്സ് യൂണിയൻ ആണ്. AC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതോ? AC നമ്മൾ സ്വാഭാവികമായിട്ട് എയർ കണ്ടീഷനിങ്, അതുപോലെ തന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ മെക്കാനിക്കൽ പമ്പിൽ AC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ച്വേറ്റഡ് ബൈ ക്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വേറ്റഡ് ബൈ ക്യാം, ഒരു ക്യാമിനാൽ ആക്ച്വേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന, യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പമ്പ് ആയതുകൊണ്ടാണ് അതിനെ ആക്ച്വേറ്റഡ് ബൈ ക്യാം മെക്കാനിക്കൽ പമ്പ് എന്ന് പറഞ്ഞത്. AC മെക്കാനിക്കൽ പമ്പ് മുമ്പ് ഏതോ ഒരു എക്സാമിൽ ചോദിച്ചതാണ്, ഈ ACയുടെ ഒരു അബ്രിവേഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ AC എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വേറ്റഡ് ബൈ ക്യാമും, അതുപോലെ SU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്കിന്നേഴ്സ് യൂണിയനുമാണ്. ഈ സ്കിന്നേഴ്സ് യൂണിയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്കിന്നേഴ്സ് യൂണിയൻ നമ്മൾ ഇലക്ട്രിക് പമ്പ് മാത്രമല്ല, ഫ്യൂവലിന്റെ പമ്പ് മാത്രമല്ല, സ്കിന്നേഴ്സ് യൂണിയന്റെ കാർബുറേറ്ററും ഉണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. സ്കിന്നേഴ്സ് യൂണിയനിൽ തന്നെ SU ഇലക്ട്രിക്കൽ പമ്പും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ബേസിൽ SU കാർബുറേറ്ററും നിലവിൽ വരുന്നുണ്ട്. അപ്പൊ അതിനെ SU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നേഴ്സ് യൂണിയൻ ആണ്. അപ്പൊ അത് മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് ഈ 2 പമ്പുകളാണ് പമ്പിന്റെ കേസിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പമ്പ്, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ്, അതായത് എയർ ക്ലീനർ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ കാർബുറേറ്റർ. ഇപ്പൊ എയർ ക്ലീനർ വരുമ്പോൾ അവിടെ ഹെവി ഡ്യൂട്ടി ടൈപ്പും ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പിനെ കുറിച്ചും പറയും. അതുപോലെ തന്നെ കാർബുറേറ്ററിൽ നമ്മൾ സിമ്പിൾ കാർബുറേറ്റർ എന്താണ് എന്നുള്ളതും പറയും. ഈ 3 ടോപ്പിക്കുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു പമ്പിന്റെ സെഷൻ എന്ന് പറയുന്നത്. പമ്പ് ഏതെല്ലാം തരമുണ്ട്, പമ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ്. ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിന്റെ പ്രധാന ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിന്റെ എന്തൊക്കെയാ? ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിന്റെ പ്രധാന തരം എന്ന് പറയുമല്ലോ. പെട്രോൾ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എടുക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട തരങ്ങൾ എന്ന് പറയുന്നത് 5 ടൈപ്പുകളാണ് കേട്ടോ. അപ്പൊ ആ 5 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. അത് മുമ്പ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പെട്രോൾ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എത്ര തരമുണ്ട് എന്നുള്ളത് 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 5 തരമാണ്. നമുക്കറിയാം, ഗ്രാവിറ്റി സിസ്റ്റം, അതുപോലെ തന്നെ പ്രഷർ സിസ്റ്റം, അതുപോലെ വാക്വം സിസ്റ്റം, പമ്പ് സിസ്റ്റം, ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അതിൽ നമ്മുടെ ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റി സിസ്റ്റമാണ്. അതുപോലെ തന്നെ പ്രഷർ സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ വാക്വം സിസ്റ്റം വരുന്നുണ്ട്,
പമ്പ് സിസ്റ്റം, നാലാമതായിട്ട് പമ്പ് സിസ്റ്റം വരുന്നുണ്ട്, അഞ്ചാമതായിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വരുന്നത്. ഇന്ന് ഉപയോഗിക്കുന്ന ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അപ്പൊ ഈ നാലെണ്ണത്തിൽ ഏതിലാണ് നമ്മൾ ഈ AC മെക്കാനിക്കൽ പമ്പിന്റെ കേസും SU ഇലക്ട്രിക്കൽ പമ്പിന്റെ കേസും പറയുന്നത്? ഏതിലായിരിക്കും? പമ്പ് സിസ്റ്റത്തിലായിരിക്കും അല്ലെ? പമ്പ് സിസ്റ്റം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് പമ്പുകളുടെ കാര്യം നമുക്ക് പറയാം. അപ്പൊ പമ്പ് സിസ്റ്റം എടുക്കുമ്പോൾ നമുക്ക് AC മെക്കാനിക്കൽ പമ്പിനെ കുറിച്ചും SU ഇലക്ട്രിക്കൽ പമ്പിനെ കുറിച്ചും പറയാം. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിസം ആണ്. അഞ്ചാമതായിട്ട് പറഞ്ഞ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തുണ്ട്? അതില് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അതില് ഇങ്ങനെ ഇത്തരം സാധാരണയുള്ള പമ്പുകളല്ല ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടെ സെൻസർ ഓറിയന്റഡ് ആയിട്ടുള്ള പമ്പുകളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതാണ്. നമുക്ക് ആദ്യം നോക്കാനുള്ളത് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പാണ്. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ചിത്രം കാണാം. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ ആദ്യം ആ ചിത്രം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? ഇവിടെ ഒരു എക്സെൻട്രിക് ക്യാം വരുന്നുണ്ട്. സോ എക്സെൻട്രിക് ക്യാം എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റിലെ ഒരു ക്യാമാണ്. ക്യാം ഷാഫ്റ്റില് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സെൻട്രിക് ക്യാം. ഈ എക്സെൻട്രിക് എന്ന് പറയുന്നത് PSC ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? അപ്പൊ അതിന്റെ ഓപ്ഷനിൽ എക്സെൻട്രിക് എന്നുള്ളതായിരുന്നു അതിന്റെ കറക്റ്റ് ആൻസർ. എക്സെൻട്രിക്. അതുപോലെ തന്നെ വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ഓപ്ഷൻസ് എന്നുള്ള ഓർമ്മയില്ല. പക്ഷെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്സെൻട്രിക് എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എക്സെൻട്രിക് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എഞ്ചിൻ ക്യാം ഷാഫ്റ്റിൽ തന്നെയാണ് ആര് വരുന്നത്? ഈ എക്സെൻട്രിക് എന്ന് പറയുന്ന ക്യാം നിലവിൽ വരുന്നത്. അപ്പൊ എഞ്ചിൻ ക്യാം ഷാഫ്റ്റിൽ കുറെ ക്യാമുകൾ ഉണ്ടായിരിക്കും. അടുത്തടുത്ത് രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്തിനാണ്? ഓരോ സിലിണ്ടറിലെ വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാം നിലവിൽ വരുന്നത്. അതിന് പുറമെ എന്തുണ്ടായിരിക്കും? എക്സ്ട്രാ ഒരു ക്യാമും കൂടി ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എക്സെൻട്രിക് ക്യാം എന്ന് വിളിക്കുക. അത് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിലെ ഈ റോക്കർ ആമിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള ഈ റോക്കർ ആമിനെ. അപ്പൊ ഈ റോക്കർ ആം നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ പിവറ്റഡ് ആണ്. ഈ സെന്റർ പോർഷൻ എന്ന് പറയുന്നത് പിവറ്റഡ് ആണ്. സോ ഈ എക്സെൻട്രിക് ക്യാം തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു റോക്കർ ആമിന്റെ ഈ ഒരു എൻഡ് ഭാഗം എന്ന് പറയുന്നത് മുകളിലേക്ക് നീങ്ങുകയും ഈ ഒരു പോർഷൻ പുൾ റോഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ താഴേക്ക് നീങ്ങുകയും ചെയ്യും. സോ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു സീസോ ആക്ഷൻ ഒക്കെ കിട്ടാൻ ഇവിടെ സാധിക്കും. അതായത് ഇതിന് മുകളിലേക്ക് നീങ്ങുമ്പോൾ ഈ ഭാഗം താഴേക്ക് വരും. ഈ ഭാഗം പുൾ റോഡ് താഴേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പുൾ റോഡ് വെച്ചിരിക്കുന്നത് ഒരു സ്പ്രിങ്ങിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഡയഫ്രം മുകൾ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഡയഫ്രം ഈ സ്പ്രിങ് അസംബ്ലിയും കൂടെ ചേർന്നിട്ടാണ് പുൾ റോഡ് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പുൾ റോഡ് താഴേക്ക് നീങ്ങുമ്പോൾ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് നീങ്ങും. സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയഫ്രത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു ചേംബർ കാണാം. ഈ ചേംബറിനെ നമുക്ക് പ്രഷർ ചേംബർ എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കാം. ഒരു പ്രഷർ ചേംബർ ആണ് ഇത് പറയാം. അതുപോലെ തന്നെ ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വാൽവുകൾ ഉണ്ടായിരിക്കും. ഒന്ന് സക്ഷൻ വാൽവ്, അതുപോലെ തന്നെ മറ്റൊന്ന് പ്രഷർ വാൽവ്. സക്ഷൻ വാൽവ് ഉണ്ടായിരിക്കും, പ്രഷർ വാൽവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂവലിന് അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയും ഫ്യൂവലിന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയും ഉണ്ടായിരിക്കും. ഇപ്പൊ ഫ്യൂവൽ എങ്ങനെയാ അകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് പോകുന്നത്? ഫ്യൂവൽ അകത്തേക്ക് കയറിയതിന് ശേഷം പിന്നെ ചേംബറിലേക്ക് എത്തി ചേംബറിൽ നിന്നുമാണ് ഫ്യൂവൽ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പ്രഷർ വാൽവ് ഓപ്പൺ ചെയ്ത് പോകുന്നത്. ഈ സ്ട്രെയിനർ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്ട്രെയിനർ എന്ന് പറയുന്നത് ഇവിടെയാണ് വരേണ്ടത്. ഈ ഭാഗം അതിൽ ആരോ മാർക്ക്, ബുക്കിലുള്ള ആരോ മാർക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെയാണ് സ്ട്രെയിനർ വരേണ്ടത്. കാരണം എന്ന് പറയുന്നത് സ്ട്രെയിനർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അരിപ്പ എന്നുള്ളതാണ്. അതായത് ഫ്യൂവൽ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ അതിനെ അരിച്ചെടുക്കുക എന്നുള്ളതാണ് സ്ട്രെയിനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഫ്യൂവൽ ഇങ്ങനെ വന്ന് ഈ സ്ട്രെയിനറിന്റെ ഉള്ളിലൂടെ കയറി അത് ചേംബറിലേക്ക് എത്തുകയും അവിടെ നിന്ന് അത് ഔട്ട് അടിച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ പുറത്തേക്ക് എങ്ങോട്ടാ പോകുന്നത്? കാർബുറേറ്റർ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് അത് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ക്യാം ഷാഫ്റ്റ് തിരിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എന്ത് പ്രവർത്തിക്കുള്ളൂ? AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും ആണ്. അതായത് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത് എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു തരം പമ്പാണ്. അതിന്റെ കാരണം തന്നെ ഇവിടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഇവിടെ നമുക്കറിയാം
ഈ ഒരു ക്യാം തിരിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആര് പ്രവർത്തിക്കുള്ളൂ? മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് പ്രവർത്തിക്കുള്ളൂ സ്വാഭാവികമായിട്ട്. അപ്പൊ ക്യാം തിരിയണം എന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവണം, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് തിരിയണം. ക്രാങ്ക് ഷാഫ്റ്റ് തിരിഞ്ഞാലേ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്യാം ഷാഫ്റ്റ് തിരിയുള്ളൂ. അപ്പോഴല്ലേ എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു വിഷയം നിലവിൽ എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. എന്താണ് എ സി മെക്കാനിക്കൽ പമ്പിന്റെ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം എന്താണ് എന്നുള്ള രീതിയിൽ. അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ പമ്പ് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ഒരു എഞ്ചിനിലെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത്, എഞ്ചിന്റെ ഉൾഭാഗത്ത്. അത് ചിലപ്പോ ഹെഡിൽ വരാം, അല്ലെങ്കിൽ ബ്ലോക്കിന്റെ ആ സൈഡ് ഭാഗത്ത് വരാം, അതുപോലെ തന്നെ ക്രാങ്ക് കേസിലൊക്കെ വരാം. ആ ഭാഗങ്ങളിലൊക്കെ ക്യാം ഷാഫ്റ്റ് വരാം. ഈ ക്യാം ഷാഫ്റ്റിലെ എക്സെൻട്രിക് എന്ന് പറയുന്ന ക്യാം ആണ് ആരെ പ്രവർത്തിപ്പിക്കുന്നത്? ഈ ഒരു എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാം ഷാഫ്റ്റിന് തൊട്ടടുത്തായിട്ടായിരിക്കണം ആര് വെക്കേണ്ടത്? ഈ ഒരു എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ നമ്മൾ വെക്കേണ്ടത്. അതും എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എഞ്ചിന്റെ ബോഡിയുടെ മുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എഞ്ചിൻ ബ്ലോക്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് നിലവിൽ നമ്മൾ വെക്കുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, എഞ്ചിന്റെ ഹീറ്റ് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഈ ഒരു എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിലേക്ക് എഞ്ചിൻ ഹീറ്റ് വരുന്നതിന് കാരണമാവും. അങ്ങനെ എഞ്ചിൻ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അതെന്തിന് കാരണമാവും? അത് വേപ്പർ ലോക്കിംഗ് സംഭവിക്കുന്നതിന് കാരണമാവും. വേപ്പർ ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നതിന് കാരണമാവും. ഞാൻ പറഞ്ഞ പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ഞാൻ ഇവിടെ എഴുതാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു പെന്ന് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അത് ഈ ടാബിൽ എഴുതുന്ന സമയത്ത് വരുന്നില്ല, കളർ വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പെന്ന് മാറ്റും. ഇപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അത് ഇപ്പൊ മാറ്റുന്നത് ഒരു പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് അപ്പൊ തന്നെ നോട്ട്സ് ആയിട്ട് എഴുതുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എഴുതിയിട്ട് ഇതാക്കാം. ഒരു ടെക്നിക്കൽ ഒരു എറർ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, എഞ്ചിനോട് ചേർന്ന്, എഞ്ചിന് ക്ലോസ് ആയിട്ട് എന്തിനെ വെക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു പമ്പിനെ വെക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റ്, എഞ്ചിൻ ക്യാം ഷാഫ്റ്റ് ആണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ തന്നെ എഞ്ചിന്റെ ഹീറ്റ് ആരുടെ മേല് അടിക്കുന്നതിന് കാരണമാവും? ഈ ഒരു എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ മുകളിൽ അടിക്കുന്നതിന് കാരണമാവും. അതെന്തിന് കാരണമാവും? അത് വേപ്പർ ലോക്കിങ്ങിന് കാരണമാവും. വേപ്പർ ലോക്കിംഗ് ഒരു വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് വേപ്പർ ലോക്കിംഗ്. എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. വേപ്പർ ലോക്കിംഗ്, മറ്റു പല പ്രശ്നങ്ങളും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വേപ്പർ ലോക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അതെന്താണ് വേപ്പർ ലോക്കിംഗ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ വേപ്പർ ലോക്കിംഗ് എന്നുള്ളത്. കാരണം ഇതിനുള്ളിലൂടെ പെട്രോൾ ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എഞ്ചിൻ ഹീറ്റ് ആവുന്നു. എഞ്ചിൻ ഹീറ്റ് ആവുമ്പോൾ ആ ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് ഹീറ്റ് ആവുന്നു. മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് ഹീറ്റ് ആവുമ്പോൾ മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന്റെ ഉള്ളിലൂടെ പോകുന്ന പെട്രോൾ ഹീറ്റ് ആവുന്നു. പെട്രോൾ ഹീറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെട്രോൾ എന്തായി മാറും? പെട്രോൾ ലിക്വിഡ് സ്റ്റേജിൽ നിന്നും, നമുക്കറിയാം വോളറ്റിലിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു ഒരു ഫ്യൂവലാണ് യഥാർത്ഥത്തിൽ പെട്രോൾ. പെട്ടെന്ന് അത് ആവിയായി പോകും. അപ്പൊ അത് എഞ്ചിന്റെ ഒരു ചൂട് അവിടെ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനുള്ളിലൂടെ പോകുന്ന ആ ഒരു പെട്രോൾ എന്താവും? ആവിയാകുന്നതിന് കാരണമാവും. അങ്ങനെ ആവിയാകുമ്പോൾ അതെന്താണ്? ഫ്യൂവലാണ്, അതായത് ലിക്വിഡ് ആയിട്ട് പോകുമ്പോഴാണ് ഇതിലൂടെ കൃത്യമായ രീതിയിലുള്ള ഒരു ഫ്ലോ സംഭവിക്കുക. അത് വേപ്പറൈസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോ കട്ടാവും. അതെന്താവും? അത് ലോക്കായിട്ട് അവിടെ നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? വേപ്പർ ലോക്കിംഗ് എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പൊ എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ് എന്താണ്? വേപ്പർ ലോക്കിംഗ് ഇൻ ദ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം. അതെന്തുകൊണ്ട്? ഹീറ്റ് മെക്കാനിക്കൽ പമ്പിന് മുകളിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ഒരു വേപ്പർ ലോക്കിംഗ്. എന്തുകൊണ്ട് ഹീറ്റ് എക്സ്പോസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ നമുക്ക് എഞ്ചിൻ ബ്ലോക്കിലോ അല്ലെങ്കിൽ എഞ്ചിനോട് ക്ലോസ് ആയിട്ടോ നമുക്ക് വെക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഹീറ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ദേ ഓപ്പറേറ്റ് ഓൺലി ആഫ്റ്റർ ദ എഞ്ചിൻ ഹാസ് സ്റ്റാർട്ടഡ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നുള്ളൂ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ എന്താണ്, ഇത് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാം തിരിയുമ്പോൾ ഈ ക്യാമിന്റെ ഒരു എന്താണ് ലോബ് പോർഷൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വന്ന് ഈ റോക്കർ ആമിനെ തള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിൽ
ഈ ഒരു ഡയഫ്രം താഴേക്ക് നീങ്ങുകയും താഴേക്ക് നീങ്ങുമ്പോൾ ഡയഫ്രത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ സക്ഷൻ കാരണം ഇൻലെറ്റ് വഴി ഫ്യൂവല് നേരെ വന്ന് ഈ ഒരു ചേംബറിലേക്ക് കയറുകയും ചെയ്യുന്നു. സോ അത് കഴിഞ്ഞു, ആ ഒരു ഭാഗം കഴിഞ്ഞ് വീണ്ടും ക്യാം ഇങ്ങനെ തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമിന്റെ ഹീൽ പോർഷൻ ആണ് അങ്ങോട്ട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പ്രിങ് അത് എക്സ്പാൻഡ് ആവുകയും അത് എക്സ്പാൻഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ ഇങ്ങനെ വലിച്ചു നിർത്തിയാകുന്നല്ലോ, പിന്നെ അത് എക്സ്പാൻഡ് ആവുമ്പോൾ ഈ ഒരു ചേംബറിൽ ഉണ്ടാവുന്നത് എന്താണ്? ഈ ഒരു ചേംബറിൽ ഉണ്ടാവുന്നത് കംപ്രഷൻ ആണ്, പ്രഷറാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ വരുമ്പോൾ നമുക്കറിയാം ഈ വാൽവ് ആ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ വാൽവ്, അതായത് സക്ഷൻ വാൽവ് ക്ലോസ് ആവുകയും പ്രഷർ വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യുന്ന മെക്കാനിസം. അതുപോലെ തന്നെ എന്താണ്, താഴേക്ക് നീങ്ങുന്ന സമയത്ത്, ഡയഫ്രം താഴേക്ക് നീങ്ങുന്ന സമയത്ത് സക്ഷൻ വാൽവ് ഓപ്പൺ ആവുക, പ്രഷർ വാൽവ് ക്ലോസ് ആവുക. ഡയഫ്രം മുകളിലേക്ക് നീങ്ങുന്ന സമയത്ത് സക്ഷൻ വാൽവ് ക്ലോസ് ആവുകയും പ്രഷർ വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യുന്ന രീതിയിലാണ്. പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് ഡയഫ്രം താഴേക്ക് നീങ്ങുമ്പോൾ സക്ഷൻ വാൽവ് ഓപ്പൺ ആവുകയും പ്രഷർ വാൽവ് ക്ലോസ് ആവുകയും ചെയ്യുന്നു. കാരണം ഇവിടെ സക്ഷൻ വരുമ്പോൾ പ്രഷർ വാൽവിനെ നന്നായിട്ട് കൊണ്ട് വലിച്ചു പിടിക്കും, ഇവിടെ സക്ഷൻ വരുമ്പോൾ സക്ഷൻ വാൽവിനെ വലിച്ചു തുറക്കുകയും ചെയ്യും. ഇനി ഡയഫ്രം മുകളിലേക്ക് നീങ്ങുമ്പോൾ ഈ സക്ഷൻ വാൽവ് എന്ന് പറയുന്നത് ഈ സീറ്റിലേക്ക് നന്നായിട്ട് പോയിട്ട് പ്രസ് ചെയ്ത് നിന്ന് അത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുകയും പ്രഷർ വാൽവ് ഈ സീറ്റിൽ നിന്നും എണീറ്റ് ഇവിടെ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ തിരുത്തുക. ഇപ്പൊ പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ആ ഫ്യൂവലിന്റെ ഒരു സപ്ലൈ എന്ന് പറയുന്നത് നിലവിൽ നടക്കുന്നത്. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ എക്സെൻട്രിക് ഇങ്ങനെ തിരിയുന്നതിന് അടിസ്ഥാനത്തിൽ ഈ ഒരു സെക്ഷൻ വാൽവ് ഓപ്പൺ ആവലും പ്രഷർ വാൽവ് ഓപ്പൺ ആവലും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്യൂവലിന്റെ സപ്ലൈ എന്ന് പറയുന്നത് എങ്ങോട്ടുണ്ടായിരിക്കും? കാർബുറേറ്ററിലേക്ക് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചിത്രം വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വർക്കിംഗ്. ഇനി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഇതിനെ നമ്മൾ ഡയഫ്രം ടൈപ്പ് ഫ്യൂവൽ പമ്പ് എന്നൂടെ പറയാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ നമ്മൾ മറ്റെന്ത് പേരിലാണ് വിളിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിസ്റ്റൺ ടൈപ്പ്, ഗിയർ ടൈപ്പ്, ഡയഫ്രം ടൈപ്പ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ, എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡയഫ്രം ടൈപ്പ് ഫ്യൂവൽ പമ്പ്. എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയഫ്രം കാണാൻ പറ്റും. ഈ ഒരു പുൾ റോഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡയഫ്രം ആണ്. ഈ ഡയഫ്രം ആണ് ഫ്യൂവലിനെ വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ സപ്ലൈ നടത്തുന്നതും. അപ്പൊ അതുകൊണ്ട് ഡയഫ്രം ഒരു ഇമ്പോർട്ടന്റ് ഒരു കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ ഡയഫ്രം ടൈപ്പ് ഫ്യൂവൽ പമ്പ് എന്ന് എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പുകളെ വിളിക്കാറുണ്ട്. തിരിച്ചും ചോദിക്കാട്ടോ, ഡയഫ്രം ടൈപ്പ് ഫ്യൂവൽ പമ്പ് ഏത് ഗണത്തിൽ പെടുന്നു, ഏത് തരത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്ന തരത്തിലാണ് അത് പെടുന്നത്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ വൈഡ്ലി യൂസ്ഡ് ഇൻ കൺവെൻഷണൽ പെട്രോൾ എഞ്ചിൻ. ഇന്ന് നമുക്ക് അങ്ങനെ ഈ ഒരു എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കില്ല. ഇന്ന് ഇലക്ട്രിക്കൽ പമ്പുകളായി മാറി. അപ്പോൾ ഇതൊരു കൺവെൻഷണൽ പെട്രോൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം പമ്പാണ് എന്നുള്ളത് മനസ്സിലാക്കുക, എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയലിൽ തന്നെ ഈ വാൽവ് എന്ന് പറയുന്നത് പലതവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിലെ വാൽവിന്റെ മെറ്റീരിയൽ എന്താണ്? ബാക്ക് ലൈറ്റ്. ഇത് ഒരുപാട് തവണ PSC പല എക്സാമുകളിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ബാക്ക് ലൈറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇതൊന്ന് മനസ്സിലാക്കുക, ഇതിന്റെ ഡയഫ്രം എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് കോട്ടൺ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഡയഫ്രം, എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പിന്റെ ഡയഫ്രം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹൈ ഗ്രേഡ് കോട്ടൺ. നമ്മളുടെ കൃപാൽ സിംഗിന്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് ഹൈ ഗ്രേഡ് കോട്ടൺ ഇംപ്രഗ്നേറ്റഡ് വിത്ത് സിന്തറ്റിക് റബ്ബർ എന്നാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഒരു എക്സാമില് ആൻസർ വന്നത്, അതായത് ഓപ്ഷൻ വന്നത് ഹൈ ഗ്രേഡ് കോട്ടൺ എന്നൊരു ഓപ്ഷൻ നിലവിൽ വന്നിട്ടുണ്ട്. ആ ഇംപ്രഗ്നേറ്റഡ് വിത്ത് സിന്തറ്റിക് റബ്ബർ എന്ന് പറയുന്ന അത്രയും വലിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഹൈ ഗ്രേഡ് കോട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ നിലവിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡയഫ്രത്തിന്റെ മെറ്റീരിയൽ ഇതാണ് എന്നുള്ളത് കൃപാൽ സിംഗിന്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈ ഗ്രേഡ് കോട്ടൺ ഇംപ്രഗ്നേറ്റഡ് വിത്ത് സിന്തറ്റിക് റബ്ബർ, അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി വാൽവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ വാൽവുകളായിരിക്കും. എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ചെറിയൊരു മെക്കാനിസം, നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്ര വലുപ്പമുള്ള ഒരു മെക്കാനിസമാണ് എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. അതിൽ റോക്കർ ആമൊക്കെ പുറത്തേക്ക് തന്നെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് നമുക്ക് വേറെ തന്നെ കാണാൻ പറ്റും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ചെറിയ വാൽവുകളായിട്ട്, വളരെ വെയിറ്റ് കുറഞ്ഞ രണ്ട് വാൽവുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ വാൽവിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് ആണ്. അതിൽ തന്നെ പറയുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് ആണെന്നും
ആ ലൈറ്റ് വെയിറ്റ് ആക്കിയത് എന്താണ്? റെഡ്യൂസ് ഇനേർഷ്യ സ്ട്രെസ്സസ്. ഇനേർഷ്യ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ലൈറ്റ് ആയി. അതായത് പെട്ടെന്ന് ഓപ്പൺ ആവുകയും പെട്ടെന്ന് ക്ലോസ് ആവുകയും ചെയ്യണം. അത് കൂടുതൽ നേരം ക്ലോസ് ആയി നിൽക്കുകയും കൂടുതൽ നേരം ഓപ്പൺ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും? കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ഒരു AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിന് നടക്കില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇങ്ങനെ ഒരു മെക്കാനിസം നിലവിൽ ചെയ്തിട്ടുണ്ട്. അതായത് ലൈറ്റ് ഇതാക്കുക എന്നുള്ള, ലൈറ്റ് ഡ്യൂട്ടിയിലാക്കുക എന്നുള്ളൊരു രീതി നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നു. ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ്, ഔട്ട്ലെറ്റ് വാൽവ്, റോക്കർ ആം, പുൾ റോഡ്, ക്യാം ഷാഫ്റ്റ്, എക്സെൻട്രിക്, സ്ട്രെയിനർ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഒരുവിധം ചിത്രം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര കൺഫ്യൂഷൻ വരില്ല. ചിത്രത്തിലൂടെ തന്നെ അതിന്റെ പോയിന്റ്സുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഈ പോയിന്റ്സ് മാത്രം പഠിക്കാതെ ചിത്രം കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പൊ ഇതാണ് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്. അതിന്റെ ബാക്കി ഇതിന്റെ ഒരു വർക്കിംഗ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നിലവിൽ പറയാനുണ്ട്. അപ്പൊ ഇതിന്റെ ഡ്രൈവ് മെക്കാനിസം വരുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഡ്രൈവ് മെക്കാനിസം വരുന്നത് പമ്പ് ഈസ് ഡ്രിവൺ ബൈ ദ ക്യാം ഷാഫ്റ്റ്. പമ്പിനെ തിരിക്കുന്നത്. അത് ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ, കാരണം ഇങ്ങനെ തന്നെ ചോദിക്കാൻ ചിലപ്പോ. പമ്പ് ഈസ് ഡ്രിവൺ ബൈ ദ ഡാഷ്, പമ്പ് ഈസ് ഡ്രിവൺ ബൈ ഡാഷ്, ഈ രീതിയിൽ. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് ഈസ് ഡ്രിവൺ ബൈ ഡാഷ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ക്യാം ഷാഫ്റ്റ്, പമ്പിനെ ഡ്രൈവ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റ് ആണ്. അപ്പൊ തിരിക്കപ്പെടുന്നത് ക്യാം ഷാഫ്റ്റ് കാരണത്താലാണ്. അതുപോലെ തന്നെ എക്സെൻട്രിക് ക്യാം. അപ്പൊ ഈ എക്സെൻട്രിക് എന്ന് പറയുന്നത് ഒരു ക്യാം തന്നെയാണ്. എക്സെൻട്രിക് എന്നുള്ള പേരിൽ തന്നെ അത് പഠിക്കുക. ഒപ്പം എന്താണ്? എക്സെൻട്രിക് എന്ന് പറയുന്നത് ഒരു ക്യാം തന്നെയാണ്. എക്സെൻട്രിക് ഓൺ ദ ക്യാം ഷാഫ്റ്റ് ഓപ്പറേറ്റ്സ് എ റോക്കർ ആം. എന്താണ്? ഈ എക്സെൻട്രിക് ആണ് എന്ത് ചെയ്യുന്നത്? റോക്കർ ആമിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എക്സെൻട്രിക് ആണ് എന്തിനെ പ്രവർത്തിക്കുന്നത്? റോക്കർ ആമിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റോക്കർ ആം മൂവ്സ് ദ ഡയഫ്രം അപ്പ് ആൻഡ് ഡൗൺ. ഈ റോക്കർ ആം ആണ് എന്ത് ചെയ്യുന്നത്? റോക്കർ ആം എന്ത് ചെയ്യുന്നു? ഈ ഡയഫ്രത്തിനെ താഴേക്കും മേലേക്കുമായിട്ട് നീക്കുന്നതിന് പുൾ റോഡിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പുൾ റോഡിനെ വെച്ചുകൊണ്ട് ആ ഒരു പരിപാടി നിലവിൽ ചെയ്യുന്നു. അപ്പൊ ആ ഭാഗം എന്തൊക്കെ പറഞ്ഞു? അവിടെ ഡയഫ്രം പറഞ്ഞു, അതുപോലെ തന്നെ റോക്കറാം പറഞ്ഞു, അതുപോലെ തന്നെ ഒരു എക്സെൻട്രിക് പറഞ്ഞു. അപ്പൊ എക്സെൻട്രിക് ആണ് എന്ത് ചെയ്യുന്നത്? ക്യാം ഷാഫ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ കറക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത്. അതിൽ തന്നെ ഡയഫ്രത്തിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കറാം സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ പോയിന്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഫ്യൂവൽ പ്രഷർ റെഗുലേഷൻ എന്ന് പറയുന്നത് പ്രഷർ മെയിൻറ്റൈൻഡ് ബിറ്റ്വീൻ 20 to 35 കിലോ പാസ്കൽ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ നിലവിൽ പറയുന്നുണ്ട്. എന്താണ്? പ്രഷർ ഇൻ ദ പെട്രോൾ പൈപ്പ് ലൈൻ ബിറ്റ്വീൻ ദ ഫ്യൂവൽ പമ്പ് ആൻഡ് ദ കാർബറേറ്റർ. അവിടെയാണ് എന്ത് വരുന്നത്? 20 to 35 കിലോ പാസ്കൽ എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. പ്രഷർ ഇൻ ദ പെട്രോൾ പൈപ്പ് ലൈൻ ബിറ്റ്വീൻ ദ ഫ്യൂവൽ പമ്പ് ആൻഡ് ദ കാർബറേറ്റർ. ഫ്യൂവൽ പമ്പിന്റെയും അതുപോലെ തന്നെ കാർബറേറ്ററിന്റെയും ഇടയിൽ, അതായത് നമ്മൾ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? നേരെ പുറത്തേക്ക് വന്നു. അപ്പൊ ഇവിടെ മുതൽ ഈ ഒരു പോയിന്റ് മുതൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത്, അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് കാർബറേറ്റർ ആണ്. അപ്പൊ അടുത്ത കമ്പോണന്റ് കാർബറേറ്ററിന്റെ ഇടയിൽ വരെ വരുന്ന ആ ഒരു പൈപ്പ് ലൈനിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? 20 to 35 കിലോ പാസ്കൽ ആണ്. അപ്പൊ പ്രഷർ ഡിപ്പെൻസ് ഓൺ സ്റ്റിഫ്നെസ് ഓഫ് ഡയഫ്രം റിട്ടേൺ സ്പ്രിങ്. പിന്നെന്താണ്? പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്ന ഈ ഒരു റിട്ടേൺ സ്പ്രിങ്, ഇതാണ് ഈ റിട്ടേൺ സ്പ്രിങ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റിട്ടേൺ സ്പ്രിങ്ങിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ സ്റ്റിഫ്നെസ്സിനെയും കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെയും കൂടെ ബാധിക്കുന്നുണ്ട് എന്ത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിഫ്നെസ് കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും, സ്റ്റിഫ്നെസ് കുറവാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ സ്റ്റിഫ്നെസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടിയാണ് ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, വർക്കിംഗ് ഓഫ് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, അവിടെ നിലവിൽ 2 സ്ട്രോക്കുകൾ. അപ്പൊ അത് ഒന്ന് പോയിന്റ് നോട്ട് ചെയ്യണം. 2 സ്ട്രോക്കുകളാണ് നിലവിൽ ഒരു AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന് സക്ഷൻ സ്ട്രോക്ക്, മറ്റൊന്ന് പറയുന്നത് ഡെലിവറി സ്ട്രോക്ക്. ഒന്ന് സക്ഷൻ സ്ട്രോക്ക്, അതുപോലെ തന്നെ മറ്റൊന്ന് ഡെലിവറി സ്ട്രോക്ക്. അപ്പൊ ഈ 2 സ്ട്രോക്കുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അതായത് സക്ഷൻ സ്ട്രോക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സക്ഷൻ സ്ട്രോക്കിൽ എന്ത് സംഭവിക്കുന്നു? സക്ഷൻ സ്ട്രോക്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ഡയഫ്രം ആണ്, അല്ലെ? ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ഡയഫ്രം താഴേക്ക് നീങ്ങുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വാക്വം ക്രിയേറ്റഡ് ഇൻ പമ്പ് ചേംബർ.
മുകൾ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ. അവിടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുന്നു. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? ഫ്യൂവൽ എൻറ്റേഴ്സ് ടു സ്ട്രെയിനർ ഇൻ ടു ചേംബർ. ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? സ്ട്രെയിനറിലൂടെ, അതുപോലെ തന്നെ ആ ഒരു സ്ട്രെയിനറിലൂടെ ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? ചേംബറിലേക്ക് എൻ്റർ ആവുന്നു. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? ഇൻലെറ്റിലൂടെ ഫ്യൂവൽ കയറി അത് നേരെ സ്ട്രെയിനർ വഴി ഇങ്ങനെ വന്ന് നേരെ ചേംബറിലേക്ക് കയറി അല്ലെ? അങ്ങനെയാണ് അവിടെ നിലവിൽ സംഭവിച്ചത്. ഇനി അടുത്തത് എന്താ വരുന്നത്? അടുത്ത എന്താ സംഭവിക്കുന്നത്? അടുത്തത് ഡെലിവറി സ്ട്രോക്ക് ആണ്. ഡെലിവറി സ്ട്രോക്കിൽ എന്ത് സംഭവിക്കുന്നു? ഡെലിവറി സ്ട്രോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അടുത്ത അപ്വേർഡ് മൂവ്മെന്റ് ആണ്. ഡയഫ്രത്തിന്റെ അപ്വേർഡ് മൂവ്മെന്റ് ആണ്. ഡയഫ്രം മുകളിലേക്ക് നീങ്ങുന്നു. ആ സമയത്ത് ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആവുന്നു, ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആവുകയും ഫ്യൂൽ ഈസ് ഡെലിവേർഡ് ടു കാർബറേറ്റർ ഫ്ലോട്ട് ചേമ്പർ. കാർബറേറ്ററിൽ എവിടേക്കാണ് ഫ്യൂൽ പോകുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. കാർബറേറ്ററിന്റെ ഫ്ലോട്ട് ചേംബറിലേക്കാണ് ഫ്യൂൽ പോകുന്നത്. കാർബറേറ്ററിലേക്ക് പോകുന്നു എന്ന് പറയാം. കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ കാർബറേറ്ററിന്റെ ഫ്ലോട്ട് ചേംബറിലേക്ക് പോകുന്നു എന്നുള്ള പോയിന്റിൽ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത്? AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്. SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്. ഇപ്പൊ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞു. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് ചെയ്യും. ഓക്കെ ആണോ? ഈ AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പില് ഒരു ഡെഡ് ആക്ഷൻ ഇല്ലേ? ഫ്ലോട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂൽ സപ്ലൈ വരുന്നോണ്ട് ഒരു ഡെഡ് ആക്ഷൻ നടന്നു. അതുണ്ട്. അത് പറയാം. ഇവിടെ ഒരു ഡെഡ് ആക്ഷൻ എന്ന് പറയുന്നത് അതിന് സീറോ ആക്ഷൻ എന്നൊക്കെ പറയും. അതായത് ഇപ്പോ ഈ ഞാൻ കാർബറേറ്ററിനെ കുറിച്ച് പറയാത്തോണ്ട് ഫ്ലോട്ട് ചേംബർ നിറഞ്ഞ് പിന്നെ ആ പൈപ്പ് ലൈൻ ടൈറ്റ് ആയിട്ട് പ്രഷറിൽ നിൽക്കുന്നോ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാഗം പറയാതിരുന്നത്. അതായത് ഈ ഒരു കാർബറേറ്ററിലേക്ക് പോകുന്ന ഈ ഭാഗത്തുള്ള ഒരു പൈപ്പ് ലൈൻ, ഇതിൽ പ്രഷർ വർദ്ധിക്കുകയും, അതായത് ഫ്ലോട്ട് ചേംബറിൽ എന്ത് ചെയ്തു? മാക്സിമം ഫ്യൂവൽ നിറഞ്ഞു. ഫ്ലോട്ട് ചേംബറിൽ മാക്സിമം ഫ്യൂവൽ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഫ്ലോട്ട് ചേംബറിനകത്തുള്ള ഫ്ലോട്ട്, അതിന് മുകളിലൊരു നീഡിൽ വാൽവ് വരുന്നുണ്ട്. ആ വാൽവ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചേംബറിനെ ക്ലോസ് ചെയ്യും. ഫ്ലോട്ട് ചേംബറിനെ ക്ലോസ് ചെയ്യുമ്പോൾ പമ്പാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പമ്പാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വീണ്ടും ഫ്യൂവൽ അങ്ങോട്ട് ഇങ്ങനെ സപ്ലൈ നടന്നുകൊണ്ടേയിരിക്കും. അവിടെ സപ്ലൈ നടക്കുമ്പോൾ ഫ്ലോട്ട് ഫ്ലഡിങ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വരും. ഫ്ലോട്ട് ഫ്ലഡിങ് എന്നാണ് അതിനെ പറയാം. ഫ്ലോട്ട് ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥ. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രഷർ പുറകിലേക്ക് ആക്ട് ആവും. പുറകിലേക്ക് ആക്ട് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സക്ഷൻ ചേംബർ അല്ല ചേംബർ, ഈ ഒരു ചേംബറിൽ ആ ഒരു പ്രഷർ ആക്ട് ആവുന്നതിന് കാരണമാവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രഷർ എന്ത് ചെയ്യും? ഈ ഡയഫ്രത്തിനെ താഴേക്ക് മൂവ് ചെയ്യിച്ച് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് മൂവ് ചെയ്യിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റോക്ക് റാമിന്റെ ഭാഗം എന്ന് പറയുന്നത് മുകളിലേക്ക് നീങ്ങി നിൽക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എക്സെൻട്രിക് ക്യാം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ റോക്ക് റാമിൽ തട്ടുന്നുണ്ടായിരിക്കില്ല. റോക്ക് റാം ആ ഒരു പ്രഷർ കാരണം, ചേംബറിലെ പ്രഷർ കാരണം ഡയഫ്രം താഴേക്ക് നീങ്ങി റോക്ക് റാമിന്റെ ഈ ഒരു എൻഡ്, ഞാനിപ്പോ ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എൻഡ് എന്ന് പറയുന്നത് മുകളിലേക്ക് നീങ്ങി നിൽക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സെൻട്രിക് ക്യാമിനി തിരിഞ്ഞാലും എന്ത് സംഭവിക്കുന്നില്ല? ആ ഒരു ആക്ഷൻ ഓട്ടോമാറ്റിക്കലി AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിലേക്ക് കിട്ടുന്നില്ല. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ അജിത്ത്? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ സീറോ ആക്ഷൻ ഒക്കെ എന്നുള്ള രീതിയിലൊക്കെ പറയുക. അപ്പൊ അത് കാർബറേറ്ററിന്റെ ഫ്ലോട്ട് ചേംബർ എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് ഇനി ഒരു കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പറയാതെ വിട്ടത്. ചോദിച്ച സ്ഥിതിക്ക് അതങ്ങനെ പറഞ്ഞതാണ്. അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോ ഫ്ലോട്ട് ചേംബറിന്റെ കേസ് ഫ്ലഡിങ്ങും അതുപോലെ തന്നെ ഫ്ലോട്ട് ചേംബർ എങ്ങനെയാണ് ക്ലോസ് ആവുന്നതെന്ന് അറിയാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർ കാർബറേറ്റർ മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇതിലേക്ക് ആ ഒരു കണക്ഷൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടും. ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു കണക്ഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് SU ഇലക്ട്രിക്കൽ പമ്പാണ്. SU ഇലക്ട്രിക്കൽ പമ്പിന്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അപ്പൊ ഇവിടെ SU ഇലക്ട്രിക്കൽ പമ്പിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗം നിലവിൽ വരുന്നുണ്ട്. അതിവിടെ നമുക്ക് കാണാൻ ഏറ്റവും താഴെ ഡയഫ്രം എന്ന് പറയും. അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ആർമേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഈ ഡയഫ്രം ആർമേച്ചറും എല്ലാം കൂടി ഒരു ഒറ്റ സെറ്റ് ആയിട്ട് ഒരു പുൾ റോഡ്, ഇവിടെ ഒരു പുൾ റോഡ് വരുന്നുണ്ട്. ഒരു പുൾ റോഡിലേക്ക് കണക്റ്റഡ് ആയിട്ടും അതിൽ തന്നെ ഒരു സ്പ്രിങ്ങിന്റെ
ഒരു കണക്ഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ, ഒരു ഭാഗം, സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രേക്കർ പോയിന്റ്, കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ്, CB പോയിന്റ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് CB പോയിന്റ്. അതുപോലെ ഇതിനൊരു ഇൻലെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ഒരു പമ്പിംഗ് ചേംബർ എന്ന് പറയുന്ന ഒരു ചേംബർ, ഈ ഭാഗത്ത് ഒരു പമ്പിംഗ് ചേംബർ നിലവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഗ്നീഷൻ സ്വിച്ച് ഒരു കണക്ഷൻ പോയിരിക്കുന്നതും അത് എർത്ത് ചെയ്തിരിക്കുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇഗ്നീഷൻ കൊടുക്കുന്നു, അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇഗ്നീഷൻ കൊടുക്കും. ഇഗ്നീഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബാറ്ററിയിൽ നിന്നുള്ള ഒരു ഇലക്ട്രിസിറ്റി ഓട്ടോമാറ്റിക്കലി എല്ലാ ഭാഗങ്ങളിലേക്കും ട്രാവൽ ചെയ്യപ്പെടും. അത് ഈ സോളിനോയിഡിലേക്കും കയറും. സോളിനോയിഡിലേക്ക് കയറുമ്പോൾ സോളിനോയിഡ് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. സോളിനോയിഡിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ കാന്തിക ശക്തി ഒരു മാഗ്നറ്റിക് ആക്ഷൻ കാണിക്കുന്നതായതുകൊണ്ട് തന്നെ സോളിനോയിഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പൊ സോളിനോയിഡ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറുമ്പോൾ നമുക്കറിയാം ഇതെന്ത് ചെയ്യും, ഇത് തൊട്ടടുത്തുള്ള സാധനങ്ങൾ അതെന്ത് ചെയ്യും, അതങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സോ ആർമേച്ചർ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ആർമേച്ചറിനെ സോളിനോയിഡ് അട്രാക്ട് ചെയ്യും. സോ ആർമേച്ചർ മുകളിലേക്ക് നീങ്ങും. ആർമേച്ചർ മുകളിലേക്ക് നീങ്ങുന്നത് എങ്ങനെയാണ്, ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ടാണ് ആർമേച്ചർ മുകളിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് ആർമേച്ചർ മുകളിലേക്ക് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫ്യൂവൽ ഇൻലെറ്റും ഫ്യൂവൽ ഔട്ട്ലെറ്റും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു സക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഫ്യൂവൽ ഇൻലെറ്റ് എന്ന് പറയുന്നത് തുറക്കുന്ന രീതിയിലും ഈ ഒരു ഫ്യൂവൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ആയി നിൽക്കുന്ന രീതിയിലും വരുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂവൽ ഇൻ എന്ന് പറയുന്നത് ക്ലോസ് ആവുകയും ഫ്യൂവൽ ഔട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആവുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കണക്ഷൻ നിലവിൽ വരുന്നത്. സോ ആദ്യത്തെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് സോളിനോയിഡ് മാഗ്നറ്റ് ആയി ഇലക്ട്രോ മാഗ്നറ്റ് ആയി എന്ന് പറയാം. ഇലക്ട്രോ മാഗ്നറ്റ് ആവുമ്പോൾ ആർമേച്ചർ മുകളിലേക്ക് നീങ്ങുന്നു, ആർമേച്ചറിന്റെ കൂടെ ആരും പോകുന്നു, ഡയഫ്രം മുകളിലേക്ക് പോകുന്നു. സോ ചേംബറിൽ, പമ്പിംഗ് ചേംബറിൽ ഒരു സക്ഷൻ അനുഭവപ്പെടുന്നു. സക്ഷൻ അനുഭവപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്യൂവൽ ആ സക്ഷൻ ചേംബറിലേക്ക് കയറി നിൽക്കും. ഇനി അത് മാത്രം പോരാ, നമുക്ക് ഈ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യണം, പുറത്തേക്ക് സപ്ലൈ ചെയ്യണം. പക്ഷെ സപ്ലൈ ചെയ്യാൻ ഈ സോളിനോയിഡ് അങ്ങനെ മാഗ്നറ്റ് ആയി തന്നെ നിന്ന് കഴിഞ്ഞാൽ ഡയഫ്രം ഒരു കാരണവശാലും താഴേക്ക് വരില്ല. ഡയഫ്രം അങ്ങനെ തന്നെ നിൽക്കും. കാരണം ആർമേച്ചർ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് അവിടെ പോയി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ആർമേച്ചർ അങ്ങനെ നിൽക്കും. അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, അവിടെ ആ ഒരു മാഗ്നറ്റിക് ആക്ഷൻ, ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത് നഷ്ടപ്പെടണം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആർമേച്ചറിന് താഴേക്ക് തന്നെ വരാൻ പറ്റും. അതുപോലെ തന്നെ ഡയഫ്രത്തിന് താഴേക്ക് തന്നെ വന്ന് അവിടെ ഒരു പമ്പിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രഷർ എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ നിലവിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും, മുകളിൽ ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നു. എപ്പോൾ ആർമേച്ചർ ഈ സോളിനോയിഡ് ഇലക്ട്രോ മാഗ്നറ്റ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ആർമേച്ചർ മുകളിലേക്ക് പോകുന്നോ, ഈ പോകുന്ന ആ ഒരു മൂവ്മെന്റിൽ തന്നെ കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതിലൂടെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ കട്ടാവുന്നു. കാരണം നമ്മൾ ഈ ഇഗ്നീഷൻ സ്വിച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇലക്ട്രിസിറ്റി പോകുന്നതൊന്ന് കണക്കാക്കി കഴിഞ്ഞാൽ സോളിനോയിഡിലേക്ക് കയറി, സോളിനോയിഡിലൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് അതെന്ത് ചെയ്യുന്നു, ഇതിലൂടെ ഈ ഒരു കണക്ഷനിലൂടെ കയറി ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിലൂടെ കയറി കോണ്ടാക്ട് ബ്രേക്കറിലൂടെ കയറി അത് എർത്തായിട്ട് പോകുന്നു. ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ട്രാവലിംഗ്, ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ ട്രാവലിംഗ്. സോ ഇത് ഓപ്പൺ ആവുന്നത്, ഈ ഒരു സർക്യൂട്ട് ഓപ്പൺ ആക്കുന്നത് ആരാണ്, ഈ ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ആണ്. കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് എങ്ങനെ ഓപ്പൺ ആക്കുന്നു, ആ ഒരു പുൾ റോഡ് എന്ന് പറയുന്നത് മുകളിലേക്ക് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു ഓപ്പണിങ് സാധ്യമാവുന്നു. അപ്പൊ അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഡീഎനർജൈസ് ആവും. ഡീഎനർജൈസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ആർമേച്ചർ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു, പക്ഷെ ആർമേച്ചറിന്റെ ആ ഒരു അട്രാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിൽ ഇല്ലാതെയാവുകയും മുകളിൽ സ്പ്രിങ് ഉണ്ടായിരുന്നു. നേരത്തെ ആർമേച്ചർ മുകളിലേക്ക് പോയത് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് തന്നെ സ്പ്രിങ് എന്ത് ചെയ്യുന്നു, ആർമേച്ചറിനെ വളരെ വലിയ രീതിയിൽ താഴേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു താഴേക്കുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ ആയിട്ടാണ് എവിടെ ഫീൽ ചെയ്യുന്നത്, ആ ഒരു പമ്പിംഗ് ചേംബറിൽ ഫീൽ ചെയ്യുന്നത് ഒരു വലിയൊരു പ്രഷർ ആയിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു പ്രഷർ വരുമ്പോൾ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് ക്ലോസ് ആവുകയും ഓട്ടോമാറ്റിക്കലി ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഫ്യൂവൽ ഔട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. സോ ഇത് വളരെ ട്രമണ്ടസ് സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇഗ്നീഷൻ സ്വിച്ച് എപ്പോൾ നമ്മൾ ഓൺ ആക്കുന്നോ അപ്പൊ തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിലുള്ള വളരെ
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിനെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആകണം എന്നില്ല. പമ്പ് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുന്ന പമ്പാണ് ഏത് പമ്പ്? എ സി മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്. പക്ഷേ ഇതിന്റെ കേസിൽ നമ്മളുടെ SU ഇലക്ട്രിക്കലിന്റെ കേസിൽ എന്തില്ല, ഇങ്ങനെ ഒരു വിഷയം നിലവിലില്ല. കാരണം SU ഇലക്ട്രിക്കൽ പമ്പിന്റെ കേസിൽ ഇഗ്നീഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു പമ്പ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ വളരെ നല്ലൊരു കാര്യം എ സി മെക്കാനിക്കൽ പമ്പിനെ അപേക്ഷിച്ച് എന്തിനുണ്ട്? SU ഇലക്ട്രിക്കൽ പമ്പിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SC മെക്കാനിക്കൽ പമ്പും SU ഇലക്ട്രിക്കൽ പമ്പും തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ള രീതിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ള ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെ തന്നെ കാണാൻ പറ്റും ഡയഫ്രം ടൈപ്പ് ഫ്യൂൽ പമ്പാണ്. അതേ സമയത്ത് എന്താണ് ഇതൊരു ഡയഫ്രം ടൈപ്പ് ഫ്യൂൽ പമ്പ്. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എന്ത് തന്നെയായിരുന്നു? ഡയഫ്രം ടൈപ്പ് ഫ്യൂൽ പമ്പ് തന്നെയായിരുന്നു. SU ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഡയഫ്രം ടൈപ്പ് ഫ്യൂൽ പമ്പാണ്. പക്ഷെ ഇതിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കണം. SU ഇലക്ട്രിക്കൽ പമ്പ് എന്ന് പറയുന്ന ഒരു ഡയഫ്രം ടൈപ്പ് പമ്പാണ് എന്നുള്ളതും അതിലെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളതും നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്, കോമൺലി യൂസ്ഡ് ഇൻ പെട്രോൾ എഞ്ചിൻസിലാണ്. അതായത് കൺവെൻഷനലി ആയിട്ടുള്ളതല്ല, ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാൻ പറ്റും ഫ്യൂൽ ടാങ്കിലേക്കൊക്കെ ഒരു വൈറ്റ് കളറിൽ ഈ ഒരു മെക്കാനിസം ടോട്ടലി ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. കാരണം ഇതിന്റെ കേസിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, എഞ്ചിന്റെ ബ്ലോക്കിൽ കൊണ്ട് വെക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെക്കണം എന്നുള്ള ഒരു നിർബന്ധമൊന്നും നിലവിൽ ഇതിന്റെ കേസിലില്ല. കാരണം ഇതൊരു ഇലക്ട്രിക്കൽ പമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ എവിടെ വേണേലും വെക്കാൻ പറ്റും. ഏത് ഭാഗത്ത് വേണേലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വെക്കാം. കാരണം ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റി അതിലേക്ക് പാസ്സാവുകയും അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. പിന്നെ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഫ്യൂൽ പമ്പിന്റെ മെയിൻ പാർട്സുകൾ എന്ന് പറയുന്നത് ഡയഫ്രം വരുന്നുണ്ട്, സോളിനോയിഡ് കോയിൽ വരുന്നുണ്ട്, ആർമേച്ചർ വരുന്നുണ്ട്, ഇൻലെറ്റ് വാൽവ്, ഔട്ട്ലെറ്റ് വാൽവ്, ബ്രേക്കർ പോയിന്റ്, പമ്പ് ചേമ്പർ. ഇത്രയും ഭാഗങ്ങൾ ഇതിന് പ്രധാനമായിട്ടുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു, ഈ പോയിന്റ് നമ്മൾ പറഞ്ഞു, വർക്ക്സ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ യൂസസ് ആൾട്ടർനേറ്റ് സക്ഷൻ ആൻഡ് പ്രഷർ, അല്ലെ? ആൾട്ടർനേറ്റ് സക്ഷനും അതുപോലെ തന്നെ പ്രഷറും ഇതിൽ വരുന്നുണ്ട്. പിന്നെന്താണ്? ഡയഫ്രം മൂവ്മെന്റ് ഈസ് കൺട്രോൾഡ് ഇലക്ട്രിക്കലി. ഡയഫ്രം മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു കൺട്രോൾ മൊഡ്യൂളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് ഡയഫ്രത്തിന്റെ ഒരു മൂവ്മെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്നാൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.